പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും കഴിഞ്ഞ ഷോർട്സിൽ കണ്ട പോലെ തന്നെ ഞാൻ കടക്കര വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാനും സുധും കൂടി കടക്കരയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പുതിയ ഫോണില ഒരു ആദ്യമായിട്ട് രാത്രിയിൽ നമ്മളൊരു വീഡിയോ എടുക്കണേ കേട്ടാ. അപ്പൊ അടിപൊളിയായിട്ടുണ്ടല്ലേ, ഇടുക്കിയിട്ടുണ്ട്. നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പറയണോ കേട്ടോ, വെട്ടവും എങ്ങനെയുണ്ട്, ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ, സൗണ്ടിന്റെ കാര്യങ്ങള് എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയണം. വല്ല പ്രശ്നങ്ങളുണ്ടോന്നൊക്കെ പറയണം. അതൊക്കെ ഞങ്ങൾ നികത്തിക്കൊണ്ടിരുന്നതായിരിക്കും. അതെ, അമ്പോ ചെക്ക. അപ്പൊ ഇന്നിവിടെ ആരും ഇല്ലെന്ന് വിചാരിക്കണ്ട. അമ്മ ഇവിടെ ഉണ്ട്. അമ്മതേ അവിടെ തറവാട്ടില് കലശം നടക്കാൻ പോണ്ട്. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട്. കണ്ണൻ എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ അടുക്കളയിൽ നമുക്കിന്ന് കുറച്ച് കുക്കിംഗ് പരിപാടികളുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വരുമ്പോഴാണ് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാറ് കൂടുതലും. അപ്പൊ ചപ്പാത്തി എനിക്ക് ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ചപ്പാത്തി അമ്മ ഉണ്ടാക്കുന്നതായിരിക്കും. ഇല്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കുന്നതാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ പോണേട്ടോ. അപ്പൊ അമ്മ പറഞ്ഞ് ചോറ് വെച്ചാ പോരെ, ചോറും ചിക്കൻ കറിയും എന്തെങ്കിലും വെച്ചാ പോരെ എന്ന് പറഞ്ഞ്. പക്ഷെ വേണ്ട, നമ്മൾ വരുമ്പോഴല്ലേ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റേണ്ടത്. അപ്പം നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പം എന്തായാലും നമ്മളിത് ചെയ്യുമ്പോഴേക്കും നമുക്കിപ്പോൾ ഇവിടെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കുറേ പേര് വരും കേട്ടോ. നമുക്ക് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചാണ്. അപ്പം അമ്മ ഇപ്പം കലശത്തിന് പോയിട്ട് വരും. കലശം തറവാട്ടിലാണ്. അപ്പം എനിക്ക് കലശത്തിന് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോകണില്ല. ഞാനപ്പം ഇവിടെ നമുക്ക് അമ്മ വരുമ്പോഴേക്കും എല്ലാം സെറ്റാക്കാൻ നേരം. കണ്ണനാണെങ്കിലും കുറേ നേരം കഴിയുമ്പോൾ വരും. ഇന്ന് വാവനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ട ദിവസമാണ്. അപ്പോൾ അവൻ പോയിട്ടുണ്ടാവും. ഡോക്ടറിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് സന്ധ്യ ആകുമ്പോൾ നമ്മുടെ പറൂര് തന്നെ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്, പുതിയതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ കാണിച്ചിട്ടൊക്കെ വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോയാലോ നമുക്ക്. അപ്പം അമ്മ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും അമ്മ വന്നോ, പോയാ ഇല്ല, അമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരും. അപ്പം അമ്മ വരുമ്പോൾ അമ്മനെയും കൂടി കാണാട്ടാ. അത് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലോട്ട് പോയാലാ പോവാ. അപ്പം നമുക്ക് വേഗം പോയിട്ട് ചപ്പാത്തിക്ക് കുഴച്ച് വെക്കാം. അത് കഴിഞ്ഞ് ചിക്കന് ഉള്ള സംഭവങ്ങളൊക്കെ ചെക്കപ്പ് നമുക്ക് ശരിയാക്കാം. ഓക്കെ, സുഖുണ്ട് കൂടെ. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ ആട്ടപ്പൊടി അരിച്ചെടുക്കണം കേട്ടാ. അരിച്ചെടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ താരം ഇടുന്നുണ്ട് കേട്ടാ. താരം കുളിയൊക്കെ കഴിഞ്ഞ് കലശത്തിന് പോകാൻ പോണു അല്ലേ. അമ്മ കലശത്തിന് പോയി വരുമ്പോഴേക്കും ഇവർക്ക് ആർക്കും താല്പര്യം ഇല്ലാത്തതാണ് ഇവരുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും മാറ്റിക്കൊണ്ട് മുട്ടക്കറി ആക്കിയാലോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മുഖം അപ്പൊ അമ്മക്ക് പരിപ്പറി ആക്കിയാൽ കുഴപ്പമില്ലെന്ന്. എന്തായാലും ഞങ്ങൾ അന്ന് വരുമ്പോ ചോറ് വയ്ക്കോ? ചോറില്ല. സുധൊന്ന് ആശ്വസിച്ച് ചോറെങ്കിലും അപ്പൊ ടാറ്റ കൊടുക്ക്. പോയിട്ട് വരാന്നമ്മ ആദ്യമായിട്ട് വീഡിയോ എടുക്കണല്ല, പരിചയമേ ഇല്ല. ആദ്യമായിട്ട് ചിരിച്ചില്ല വന്ന പോലെ. നമുക്ക് എന്തായാലും ആണോ അത് കാരണം ആദ്യമായിട്ട് വന്നോണ്ട്. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കല്ലേ. അപ്പൊ തക്കു ഇവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറെ നാളായി. അപ്പൊ ഇവിടുത്തെ വീഡിയോ തക്കുവിന്റെ വീഡിയോ ആയിട്ട് ഒരു സാമ്യമില്ലാത്ത വീഡിയോ കൊണ്ട് എടുക്കുന്നത്. പകലിവിടെ വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ അക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ചില എല്ലാവരും കൂടി കൂടുന്ന ആഘോഷങ്ങളിൽ എനിക്കത് പാലിക്കാൻ പറ്റൂല. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ പാലിക്കാൻ മാക്സിമം ശ്രമിക്കും. അപ്പൊ നമുക്ക് എന്തായാലും അമ്മ പോട്ടെ, നമുക്ക് ചിക്കൻ കറിയും വെക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം. അമ്മനെ കൊണ്ട് പണിയെടുപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്ത് അവക്കറിയാം. എന്റെ കൂടെ തന്നെ നീ കട്ടക്കറി പെട്ടെന്ന് ഇവിടെ ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പോയി വരട്ടെ. നമ്മുടെ അടുക്കളയിലെ പണി പകുതിയും കഴിഞ്ഞിട്ടുണ്ട്. പകുതി പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മുടെ അപ്പൊ നമ്മുടെ ആദ്യം തന്നെ ചിക്കൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ചിക്കൻ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പലക നമ്മൾ എടുത്തിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാമോ? പലക നമ്മൾ എടുത്തിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കാറില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. നമ്മൾ വീട്ടിലാണെങ്കിൽ മറ്റേ സ്ലാവും ഇട്ടാണല്ലോ ചെയ്യണത്. അപ്പൊ നമ്മള് പലകയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിക്കുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി മാവ് എല്ലാവരും കുഴക്കണ പോലെ തന്നെ ഉണ്ടാവും. നമ്മള് ചൂടൻ വെള്ളത്തിലൊന്നുമല്ല കുഴച്ചത്, പച്ചവെള്ളത്തിലാണ്. വളരെ എളുപ്പത്തിൽ, എനിക്ക് പുട്ടിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചപ്പാത്തി ഇടിയപ്പം.
അതുകൊണ്ട് എനിക്ക് ഭയങ്കര കഴിക്കാനും ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും അത് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണത്. പുട്ടിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പുട്ട് പക്ഷെ സുധുവിന്റെ ഫേവറേറ്റ് ആണ്. ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, കാണാറില്ലേ. അപ്പൊ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ ചട്ടിയൊക്കെ ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ചിക്കൻ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. സവാളയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ശരിക്കും വാടി വന്നു കേട്ടോ. അപ്പൊ ശരിക്കും വാടി വന്നിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇനിയിപ്പം പരത്തി കൊടുക്കുക. സുതപ്പം ചുട്ടുകൊണ്ടിരിക്കും. ചിക്കൻ കറിയുടെ റെസിപ്പി ഞാനൊരു ചെറിയ രീതിയിൽ പറയാം കേട്ടോ, ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ എല്ലാ സംഭവങ്ങളും കൂടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്താന്ന് വെച്ച് ഒഴിച്ചിട്ട് ഇതില് തക്കാളി പച്ചമുളക് എല്ലാവരും വെക്കണ ഒരു സെയിം ഇത് തന്നെ. പക്ഷെ എളുപ്പത്തില് നമ്മളിപ്പോ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കും ഇപ്പൊ റൂമിലൊക്കെ നിൽക്കുന്നവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. ഒന്നും ചതക്കി ഒന്നും വേണ്ട, എല്ലാം അരിഞ്ഞ് എണ്ണയൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് വാടണം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാടണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ചിക്കനും ചപ്പാത്തിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റണ ഒരു ഇതാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്യണമെന്നിരിക്കും. എന്നാലും എന്റേതായ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയും കൂടി പറഞ്ഞുതരാം കേട്ടാ. പിന്നെ ഞാൻ മറന്നിട്ടില്ല കേട്ടോ, ചാളയും മാങ്ങയും കൂടി കറി വെച്ച എന്റെ റെസിപ്പി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണ് വെച്ചത്, ഞാൻ നിങ്ങക്ക് പറഞ്ഞല്ല. പിന്നെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അത് ചട്ടി വെക്ക, ചൂടാവുമ്പോ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ചാളയുടെ റെസിപ്പി പറ. സവാള അല്ല സവാള, പിന്നെ അതിലുള്ള കാര്യങ്ങളൊക്കെ ഇടാ. ഇട്ടിട്ട് ആദ്യം പെരട്ടണിട്ട് അതിലോട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ട് മാങ്ങ ഇടാ. എന്നിട്ട് മിക്സ് ചെയ്യാ. അത് തന്നെ മീനിടാ. എന്നിട്ട് മിക്സ് ചെയ്യാ. കുറച്ച് വേപ്പിലിടാ. മിക്സ് ചെയ്യാ. കുറച്ച് എണ്ണ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തോട്ട് വെക്കാം. വെള്ളം ഒഴിക്കാറുണ്ട് ഞാൻ. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടായിരിക്കണ സുധപ്പൻ മാങ്ങ മീൻകറി ഉണ്ടാക്കണ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നട്ടാ. ഞാൻ ചമ്മി പോയിരിക്കുകയാണ്. ചമ്മി പോയി. സുധു പറഞ്ഞ പോലെ തന്നെ മറ്റേ ചാള മറ്റേ പച്ചമാങ്ങ ഇട്ട് ചാളക്കറി വെക്കണ ഫുൾ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും ക്യാമറ കൈമാറട്ടെ. കിട്ടിയതാവോട്ടോ. ഇവനൊരു കുക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് അങ്ങോട്ട് വാട്ടാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് വാടിക്കോളൂ. അപ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയും പരത്തി നമ്മള് ഇങ്ങനെ കുക്ക് ചെയ്യണത് നമുക്ക് എന്തായാലും ചപ്പാത്തി പരത്തിക്കൊണ്ട് അതിലേക്ക് ഇടണത് നമുക്ക് കാണിച്ചു തരാൻ പറ്റൂല. കാരണം ഫോൺ വെക്കാനുള്ള ഒരു സെറ്റപ്പ് സ്റ്റിക്ക് കൊണ്ടുവന്നിട്ടുണ്ടാ. ഒന്നും അറിയൂ. സ്റ്റിക്ക് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കടക്കരയില ആദ്യത്തെ വ്ളോഗാണ്. കടക്കരയില മാത്രമല്ല, വീട്ടില് ഞങ്ങൾ ഇങ്ങനെ സ്റ്റിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കണായിട്ട്. അതെ. അപ്പൊ ഭൂപടങ്ങളാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് സൗത്ത് ആഫ്രിക്കയാണ് ഇപ്പൊ ചെയ്തേക്കണത്. നിങ്ങക്ക് ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കാം. എന്ത് ചപ്പാത്തി അല്ല എന്നെ ട്രോളാൻ കിട്ടണ ഒരു അവസരവും ഈ ചെക്കൻ പാഴാക്കൂല. അല്ല മാപ്പ് അമ്മ ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ടല്ലോ. മാപ്പ് വരക്കാനായിട്ടേ എല്ലാവരും ചപ്പാത്തിയൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. ഇങ്ങനെ വേഗം അങ്ങോട്ട് പരത്തി. അതിലൊന്നും കാണുന്നില്ല ഗൈസ്. ഇവിടെ ഒന്ന് പരത്തനാട്ടിക്കൊണ്ടിരിക്കാണ്. അവിടെ ഒന്നും കാണുന്നില്ല ഇനി. അപ്പൊ ഞാൻ ഇങ്ങനെ പരത്തലുണ്ട്. പരത്തി നമ്മളിന്ന് അമ്മാമ്മയും മാമനും വരുമ്പോഴേക്കും നമ്മുടെ ചപ്പാത്തിയും ചിക്കനും റെഡി ആയിരിക്കും. ഇന്ന് ഈ വീഡിയോയില് ചപ്പാത്തിക്ക് എന്തൊരു പ്രമോഷനാണ് ഞാൻ കൊടുക്കണത്. ചപ്പാത്തിനോട് ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. പ്രമോഷൻ വീഡിയോ എന്തായാലും ഇനി ഇതൊക്കെ ചെയ്ത് കഴിയട്ടെ. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കലബില അയ്യോ വിട്ടുപോയി. ഞാൻ പറഞ്ഞില്ലേ അതേപോലത്തെ കാഴ്ചകളായിരിക്കും. നല്ല അടിപൊളിയായിട്ട് ചെയ്യോട്ടെ. അമ്മ അതൊന്നും കൊണ്ടുവരിട്ടിട്ട് ഇതാക്കി നമ്മള് എനിക്ക് മറ്റേ സ്ലാബും ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യണതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സ്ലാബും ഇട്ടിട്ട് ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കിടന്നങ്ങാട് സ്ലാബും ഇട്ട് ചെയ്യണം. അതിനും പച്ചനും സാധനം വീട്ടിൽ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എളുപ്പപ്പണിക്ക്. ചപ്പാത്തി മേക്കർ മറ്റേ പ്രസ് ചെയ്യണ സാധനം ഇല്ലെന്ന്. ആ പ്രസ് ചെയ്യണ സാധനത്തിൽ എനിക്ക് ശരിയാവണമെന്നില്ല. എല്ലാവർക്കും ശരിയാവുന്നുണ്ട്, എനിക്ക് ശരിയാവണില്ല. എനിക്ക് അതെന്തോ ചെയ്തിട്ട് സെറ്റ് ആവുള്ള. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്ലാവും ഇട്ട് ചെയ്യും. അപ്പൊ ചേട്ടൻ പറയണത് ഇനി അതുപോലത്തെ സാധനം മേടിച്ചു തരൂലെന്നൊക്കെയാണ്. വൺ ഡേ യൂസ് ആൻഡ് വേണ്ട. അപ്പൊ ഇനി ചെയ്യണൊക്കെ കാണാം അല്ലേ. ബാക്കി അമ്മ വോയിസ് ഓവർ ആയിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ പറഞ്ഞായിരിക്കും.
പിന്നെ വീഡിയോ എടുക്കാൻ നേരത്ത് നമുക്ക് വോയിസ് ഓവർ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ കളിക്കാരും ടീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പിറൈറ്റ് വന്നാലാന്ന് ഓർത്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയൊക്കെ പിന്നെ പൊടികളൊക്കെ സാധാരണ പൊടികളൊക്കെ ഇട്ട് വേഗം തന്നെ വാട്ടി ചിക്കനും തട്ടിക്കൂട്ടി അങ്ങോട്ട് പെരട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ചപ്പാത്തിയും റെഡിയാക്കി കാസറോളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂടോടുകൂടി കഴിക്കാമല്ല. പിന്നെ അങ്ങനെ അതേ അടുക്കളയൊക്കെ ഒന്ന് സെറ്റപ്പ് ആൻഡ് കുട്ടപ്പനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ അമ്മയൊക്കെ വന്നപ്പോഴാണ് പ്രധാന ടെസ്റ്റ് ഇപ്പോൾ കാണാൻ പോണത്. നിങ്ങൾ അമ്മയൊക്കെ വന്നപ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ടോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേര് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇരുത്തിയേക്കണ പോലെ ഇരിക്കണേ. ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല ചപ്പാത്തി ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കണുണ്ട്. ഞാൻ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് തറവാട് വരെ നോണ്ടി വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായി കലശത്തിന് പോയിരിക്കുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ ഫുഡ് ഉണ്ടായിരുന്നു. അവിടെ കലശം എന്ന് വെച്ചാല് എല്ലാം നിങ്ങളുടെ ചില നാടുകളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെ കലശമൊക്കെ ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ വെക്കല് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട്. അപ്പൊ കലശം വെക്കുമ്പോ കലശപ്പൊടി അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ സമയത്ത് ഒരു മീൻ വറുത്തത് ഉണ്ടാവും. ആ കലശം പൊടി വെക്കുമ്പോ എന്ന് വെച്ചാൽ അതിൽ ഒരു മീൻ വറുത്തത്, ഒരു മുട്ട വറുത്തത്. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ചില സ്ഥലത്ത് ഞങ്ങളുടെ വീട്ടിൽ വെക്കുമ്പോ അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞപ്പോ അവിടെ അനിയന്റെ അനിയത്തി ഇത്തിരി ചോറോടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറിനോട് ചിക്കൻ കറി ഉണ്ടായിരുന്നു, കക്ക ഉണ്ടായിരുന്നു, ഇത്തിരി മോരറി ഉണ്ടായിരുന്നു, മാങ്ങക്കറി ഉണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ ചപ്പാത്തിയും ചിക്കനും വെച്ചിട്ട് ഞങ്ങളോട് ഊണ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോ ഇതിപ്പോ ചപ്പാത്തി നാളെ രാവിലെ ഇത് കഴിക്കുന്ന വീട്ടിലെ വീഡിയോ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ കാണിച്ചു തരാം. ചപ്പാത്തി നാളെ കഴിക്കണം, ഷോർട്സ് ആയിരിക്കും. ഇവിടെ അവിടെ നിന്ന് ഇന്ന് കഴിക്കാതെ പോകുന്നവർ നാളെ തരാൻ പോണില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവരെയും വിഷമിപ്പിച്ചില്ല, തക്കുവിനെ വിഷമിപ്പിക്കില്ല. ഇവിടെ ഇപ്പൊ സത്യാവസ്ഥ വെച്ചാൽ ഇപ്പൊ ഒരാളോട് ടെൻഷൻ അടിച്ചിരിക്കുന്നൂടാ. കാണിക്കാൻ പറ്റില്ല 9ാം ക്ലാസ് റിസൾട്ട് ഒന്നാണ് അറിയപ്പെടുന്നത്. കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യമില്ല. പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കും. അതെ, ഞങ്ങള് കഴിക്കട്ടെ കേട്ടാ.